ഹലോ ഗൈസ്, ഞാനാണെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓവർ വീഡിയോസ് കാണാറില്ല. ചിലപ്പോഴൊക്കെ കാണും, പക്ഷേ കൂടുതൽ സമയവും ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിലെ റീൽസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഒരുപാട് സമയം ചിലവഴിക്കുന്നത്. ഒരുപാട് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്മുടെ സമയമൊക്കെ നമ്മൾ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ ഒരു സമയത്ത് ഇതേപോലെ റീൽസും വീഡിയോസൊക്കെ കാണുന്നത് കൂടുതലും യൂട്യൂബിലാണ്. അങ്ങനെ യൂട്യൂബിൽ ഞാൻ ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഒരു റീല് കാണുകയുണ്ടായി. അവർ നൈസായിട്ടൊക്കെ പാടും. ഞാൻ ഈയിടെ വെച്ചിട്ടാണ് അവരുടെ റീലൊക്കെ ഒന്ന് കാണാനായിട്ട് തുടങ്ങിയത്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ട് അവർ പാടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവററ്റ് ഒരു സോങ് ആണെന്ന് തന്നെ പറയാം കേട്ടോ, ആ ഒരു സോങ്. അപ്പം ഞാൻ കുറേ നേരം, ഞാൻ അല്ലാത്ത റീൽസൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കളയും. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വട്ടം ഇങ്ങനെ ആ കണ്ടത് തന്നെ വീണ്ടും കണ്ടുകൊണ്ടിരുന്നു. കാരണം നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പോൾ അതിനൊരു സ്റ്റോറിയുണ്ട്, അതാണ് ഞാൻ നിങ്ങളോട്ട് പറയാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാനാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ താഴെ, ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശം മൊത്തം വയലാണ്. ആ വയലിനപ്പുറത്തായിട്ട് ഇതേപോലൊരു കാവുണ്ട്. ആ കാവിൻ്റെ പേരാണ് പാണോലിക്കാവ്. അപ്പം എന്നെ അറിയുന്നവർക്കറിയായിരിക്കും ആ കാവ്. അപ്പോൾ പാണോലിക്കാവ് എന്നാണ് ആ കാവിൻ്റെ പേര്. അപ്പോൾ അവിടെയാണ് ഇതേപോലെ ഈ സ്പെഷ്യലായിട്ടുള്ള ഡേയ്സിലൊക്കെ ആണെങ്കിൽ 1-ാം തീയതി, പിന്നെ അല്ലാതുള്ള സ്പെഷ്യൽ ഡേ ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ആണെങ്കിൽ ഇതേപോലെ പാട്ടിടും. അപ്പോൾ രാവിലെ പാട്ടിടും. അപ്പം നമ്മളൊക്കെ ആ സമയത്ത് കിടന്ന് ഉറങ്ങുമായിരിക്കും. പിന്നെ അമ്മയും പപ്പയൊക്കെ പിന്നെ നേരത്തെ എഴുന്നേൽക്കും. ഞാൻ ഷെർമോനും ഒക്കെ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ ഇതേപോലെ അവൻ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇപ്പം കേൾക്കുമായിരിക്കും. അവനും ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടൊക്കെ കേൾക്കുന്നത്. അപ്പം ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ എന്തായാലും ഒരു പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു വഴക്കം എന്തൊരു കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കും. പക്ഷേ ഈ പാട്ട് നമുക്ക് നല്ലതായിട്ട് കേൾക്കാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ കിടന്നിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ എഴുന്നേൽക്കത്തില്ല, ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ അതേ താളത്തിൽ തന്നെ ഇങ്ങനെ കിടന്നാടുന്ന ഒരു ഫീല് ഗൈസ്. അപ്പം എനിക്ക് ആ ഒരു ഓർമ്മയാണ് വന്നത്. ഇങ്ങനെയാണ് ഗൈസ്: കൊട്ടുമില്ല കുഴലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ സംഗീതം വൃന്ദാവനതി കുഞ്ചങ്ങളില്ലാതെ ചന്ദനം പോൽ മാറിലണിയുന്നു. വൃന്ദാവനതി കുഞ്ചങ്ങളില്ലാതെ ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ ഒഴിയുന്നു. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. നിങ്ങളും ഈ പാട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.